ഹായ് അങ്ങനെ ഞാൻ വീണ്ടും വന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ലഹരിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരാൾ ചെറിയ ചെക്കന് ഹാൻസ് ചോദിച്ചു ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റുകൾ വന്നിരുന്നു. കമൻറ്റുകളൊക്കെ ഞാൻ ഇതിനകത്ത് വെക്കാം. അതായത് ഞാൻ 3 പ്ലാറ്റ്ഫോമിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു: യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. അപ്പോൾ ഇതിനകത്ത് 3 സ്ഥലത്തും വന്ന കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമൻറ്റുകളാണ് വന്നത്. പിന്നെ കുറച്ച് 1-2 ആൾക്കാർ അങ്ങനെ അനുഭവങ്ങളും വന്ന് എന്നപ്പോൾ എല്ലാ കമൻറ്റുകളും ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തില്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാർ തന്നെയാണ് അതിനകത്ത് കൂടുതലും കമൻറ്റ് ചെയ്തത്. എന്നപ്പോൾ പിന്നെ ആ ഒരു സെൻസിൽ ഞാൻ എടുത്തില്ലോ. പിന്നെ ചെറിയ കുറച്ച് ആൾക്കാരൊക്കെ അനുഭവം ഉണ്ടായ കഥകളും പറഞ്ഞു. പക്ഷെ ഞാനത് അതല്ല പറയാൻ നോക്കുന്നത്. അപ്പോൾ ഞാനത് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് ഒക്കെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നതാണ്. ഒരു ഇൻഫ്ലുവൻസറൊക്കെ അത്യാവശ്യം ലഹരി 3 കോടിൻ്റെ ലഹരി പിടിച്ചു പറഞ്ഞിട്ട് വാർത്ത ഉണ്ട്. പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ, അതായത് എൻ്റെ നാട് കോഴിക്കോടാണ്. അപ്പോൾ ഈ നാട്ടിലൊക്കെ ഈ സാധനം വന്ന് 3 കോടീൻ്റെ ഒക്കെ സാധനം വന്നതെന്ന് പറയുമ്പോൾ അത് എങ്ങനെ എത്തി? അപ്പോൾ പിടിച്ചത് അത്രേ ഉള്ളൂ. ഇനി പിടിക്കപ്പെടാണ്ട് പോയതൊന്നും എത്ര ഉണ്ടാവും? പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇൻഫ്ലുവൻസർമാരെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇതെങ്ങനെയൊക്കെ ചെയ്യുന്ന തരും? നാടിനോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ട ആൾക്കാർ തന്നെ എങ്ങനെ ചെയ്യുന്ന തരും? ഇനി ആരാണ് എന്താണ് എങ്ങനെ വിശ്വസിക്കേണ്ടതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പിന്നത്തെ കാര്യം ഇതിലൊക്കെ പെട്ടു പോകുന്നത് ചെറിയ ചെറിയ കുട്ടികളാണ്. 25 വയസ്സിന് താഴെയുള്ള ആൾക്കാരൊക്കെയാണ് പെട്ടു പോകുന്നതാക്കി തോന്നുന്നത് കൂടുതലും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാടിൻ്റെ മുന്നും വരുന്ന തലമുറകളൊക്കെ അതിനകത്ത് പെട്ടുപോകാന്ന് പറയുമ്പോൾ നല്ല സങ്കടമുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മളെ നാടിനെയൊക്കെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് വളർന്നു വരുന്ന ആൾക്കാരാണ്. നമ്മളെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ തന്നെ യുവാക്കളാണ് പുതിയ തലമുറനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നാളെ എന്ന് പറയുന്നത് യുവാക്കളെ കയ്യിലാണ്. അപ്പോൾ നാളേനെ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഇന്നേ നശിപ്പിച്ചിട്ട് നാളെയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരാരും ചിന്തിക്കാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഫാമിലിയിലാണെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യും. ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു ഹാൻഡ്സ് പിടിച്ചിട്ട് ഓൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്: നിങ്ങളുടെ മക്കൾക്ക് ഇതാണോ കൊടുക്കുന്നത്? 3 നേരം ഭക്ഷണം കഴിക്കാൻ ഇതാണോ കൊടുക്കുന്നത് ചോദിക്കുന്നുണ്ട്. ലഹരിയാണോ കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ലഹരിക്ക് പിടിച്ചിട്ട് എത്രയോ കേസുകളുണ്ട്. ലഹരി പിടിച്ചിട്ട് ജാമ്യത്തിൽ വന്ന് 2ാമത് ഇത് കടത്തിയിട്ട് പിടിച്ച് 3ാമതും പിടിച്ചെന്നുള്ളത്. പക്ഷെ നിയമം സ്ട്രോങ് ആണോ അല്ലേ എന്നുള്ളതല്ല. ഇവരൊക്കെ സിമ്പിളായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. എന്നപ്പോൾ ഇത് അത്രേ ഉള്ളൂ എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ഓരോ വാർത്തകൾ കാണുന്നേരം ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം, പിടിക്കപ്പെടുന്നുണ്ട്, വീണ്ടും ചെയ്യുന്നു. തലവരേ വന്താച്ച് സുട്ടാച്ച് റിപ്പീറ്റ്, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട നമ്മളെ അനിയന്മാരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ: ഇതൊന്നുമല്ല ഹാപ്പിനെസ്. നിങ്ങളെ മാതാപിതാക്കൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകണമെങ്കിൽ അത് ഫുട്ബോൾ, ഒരു സിനിമ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, നീന്താൻ പോവുക, ഫാമിലിയുടെ കൂടെ ഇരിക്കുക, എൻജോയ് ചെയ്യുക, ഇതൊക്കെയാണ് ശരിക്കുള്ള ഹാപ്പിനെസ്. അപ്പോൾ ചെറിയ ചെറിയ ഹാപ്പിനെസ്സിന് പുറകെ പോകരുത്. നമ്മളാണ് ഒരു ലഹരിനോട് നോ പറയേണ്ടത്. നമ്മൾ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വന്ന കമൻറ്റുകളോടാണെങ്കിലും എന്നോട് ചോദിച്ച ആൾക്കാരോടാണെങ്കിലും ഒക്കെ ചെറിയ ആൾക്കാരും ഉണ്ട്, വലിയ ആൾക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇതൊക്കെ നാട്ടിൽ നിർത്തലാക്കിയ സാധനങ്ങളും നാട്ടിൽ ഇറക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയോ തകരാറുകളുണ്ട്. എല്ലാം ശരിയാവുമായിരിക്കും. മാക്സിമം നമ്മൾ അതിനകത്ത് പോയി ചാടാണ്ടിരിക്കുക, നമ്മളെല്ലാത്തിനോടും നോ പറയുക. കാരണം ഭൂമിയിൽ ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ തന്നെ നമുക്കൊരു ശരീരമേ ഉള്ളൂ. അതിന് ലാലട്ടൻ പറഞ്ഞ പോലെ ഒന്നിനും റീടേക്കുകളില്ല. നഷ്ടപ്പെട്ടതാണ്. നല്ലൊരു ശരീരം കിട്ടുക, നല്ലൊരു മനസ്സ് കിട്ടുക, അതിനെ നല്ലോണം കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ശരീരത്തിന് നശിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനത്തിനോട് നോ പറയുക. അപ്പോൾ ചെറിയ കുട്ടികളുണ്ട്, ക്യാൻസറും അതൊക്കെ ബാധിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ, ഒന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, പിന്നെ കൈയും കാലും ഒന്ന് റെഡി ആയെങ്കിൽ ഒന്ന് എണീച്ച് നടക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ, വേറെ ആൾക്കാർ, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ, ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ എന്നിട്ട് ലഹരിയിലും അതും ഇതും ഉപയോഗിച്ചിട്ട് സ്വയം ശരീരത്തിനെ വേദനിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത്. ഒന്ന് കോളേജിനുള്ളിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാവർക്കും.
വന്നപ്പോൾ അവിടെ കാണാം ഓരോരുത്തരെയും കഷ്ടപ്പാടും ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. കാരണം നമ്മളെ ശരീരം ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ലതല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനോടൊക്കെ ലഹരിനോട് നോ പറയുക. പിന്നെ നമ്മളെ കൈകൾക്ക് ശക്തി കൂടുന്തോറും നമുക്ക് ഉത്തരവാദിത്വം കൂടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ഇൻഫ്ലുവൻസർമാരും. ഞാനൊരു ഇൻഫ്ലുവൻസർ ഒന്നല്ല, ആവുമെന്നും അറിയില്ല. പക്ഷേ നമുക്ക് നാട്ടിൽ 4 നമ്മളെ കണ്ടിട്ട് ഹായ് പറയുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ നാടിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ല, മാക്സിമം കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. നമുക്ക് ശക്തി കൂടുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടും. ഇത് ഞാൻ പറഞ്ഞല്ല, സ്പൈഡർമാൻ എന്ന സിനിമയിൽ ഞാൻ കണ്ടതാണ്. പീറ്റർ പാർക്കറിൻ്റെ അമ്മാവൻ പറയുന്നതാണ്, അങ്കിൾ പറയുന്ന ഡയലോഗാണിത്. ശക്തി കൂടുമ്പോൾ ഉത്തരവാദിത്വം കൂടും. അപ്പം ബൈ, ഉത്തരവാദിത്തം കാണിക്കാം.